ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളും പിന്നെ അളിയന്മാരും അങ്ങനെ നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും പാടെ നമ്മൾ കക്കാടമ്പൽ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാൾ കൂടി ഉണ്ട് നമ്മളെ കൂടെ, അതായത് കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്ക സർപ്രൈസായിട്ട് എത്തിയതായിരുന്നു. അപ്പോൾ 10 ദിവസത്തെ ലീവിന് വന്നതാണ്. അപ്പോൾ ഈ ട്രിപ്പിന് ഏതായാലും കാക്കക്ക് വരാൻ പറ്റി കൂടെ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാവരും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വരവായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇതിൽ കൂടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ നമ്മളിവിടെ ഫുഡ് വെച്ചാട്ടോ കൊണ്ടുപോകുന്നത്. അതായത് അവിടെ പോയിട്ട് രാത്രിയൊക്കെയുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് വെച്ച് കൊണ്ടുപോവുകയാണ്. കാരണം അവിടെ ഇനി പോയിട്ട് വെക്കാൻ എല്ലാവർക്കും മടിയായിരിക്കുമല്ലോ. പിന്നെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് വെക്കാൻ രസമാണ്, പക്ഷേ ഫുഡിൽ തന്നെ ഫോക്കസ് ആയി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് മൂത്തമ്മൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഹെൽപ്പാക്കി വേഗം തന്നെ നമ്മളെ ബിരിയാണി പെട്ടെന്നാക്കിട്ടോ. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഫുഡ് എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് തന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിനി ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടല്ല പോകുന്നത്, നമ്മളെ വീട്ടിൽ തന്നെയുള്ള എല്ലാവർക്കുള്ള വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് വണ്ടീൻ്റെ ഒരു എക്സ്ട്രാ ഇതൊന്നുമില്ല. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവന് വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല, മൂത്തവനെ മോളെ പോനാണ്, എന്നിട്ട് ഒളിഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുക്കും എന്നെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിതാ പെട്ടും പ്രമാണമൊക്കെ ആയിട്ട് വണ്ടിയിൽ കയറ്റി. അപ്പോൾ എല്ലാവരും അവനവൻ്റെ വണ്ടിയിൽ കയറാണ് കേട്ടോ. അപ്പോൾ കാക്ക അപ്പം എന്നെ കൂട്ടാൻ അങ്ങോട്ട് വരും. കാക്ക എന്നെ ഇവിടെ ഇറക്കിയിട്ട് കാക്ക അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. കാരണം കാക്ക പിറ്റേന്നാണ് പോകേണ്ട ദിവസം. അപ്പോൾ അതിനേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ കാക്ക വന്ന്, ഞാൻ പറഞ്ഞല്ലോ കാക്ക 10 ദിവസത്തെ ലീവിനാണ് വന്നത്. അപ്പം ഇത് റിസോർട്ട് പോക്ക് തന്നെ കാക്ക പോണതിൻ്റെ തലേന്നാണ് കേട്ടോ അപ്പം റെഡി ആയത്. അതായത് സാറ്റർഡേ ആണ് ഞങ്ങൾ പോകുന്നത്. സൺഡേ പൊലച്ചക്ക് കാക്ക പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ റിസോർട്ടിൽ നിന്ന് കാക്ക ഒരു പൊലച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ കാക്ക ഇപ്പം വരും, ഞാൻ ഫോൺ ചെയ്ത് അപ്പോൾ കാക്ക വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളവരൊക്കെ പോയി. നമുക്ക് അവിടെ 2 മണിക്ക് എത്താനാട്ടോ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കാക്ക വന്ന് കാക്കന് ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് സീറ്റിലിരിക്കുന്നത്. അപ്പോൾ കാക്കൻ്റെ ഫ്രണ്ട് കൂട്ടി വന്നതെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് വന്നാൽ കാക്ക ഒറ്റക്ക് ഇങ്ങോട്ട് പോരണല്ലോ. അപ്പോൾ കാക്ക പറഞ്ഞ് അവിടുന്ന് ഒറ്റക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോരാനൊരു എടുങ്ങാറാണ്. അതുകൊണ്ട് പിന്നെ അവിടെ ഇറക്കി തന്നിട്ട് ഓന് വണ്ടി എടുത്ത് ഇങ്ങ് പോരും, എന്നിട്ട് തിരിച്ച് കാനെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞതാട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. കക്കാടംപൊയിലൊരു ഒലീവ് റിസോർട്ടിലാട്ടോ പോയത്. നമുക്ക് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്ന് കിട്ടിയൊരു റിസോർട്ടാണ് കേട്ടോ. എല്ലായിടത്തും ബുക്ക്ഡാണ്, മഴ ആണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കും എന്താ പറയുക, മഴ ആണ് അവിടെ ഒന്നും ആൾക്കാർ വരില്ല, പക്ഷെ മഴ ആയിട്ടും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാന്നുള്ള രീതിയിലാണ് റിസോർട്ട് എടുത്തത്. അപ്പോൾ കാക്ക നല്ല ഊഞ്ഞാലാട്ടാണ്. കുറേ ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് കാക്ക എവിടെയെന്നൊക്കെ. വീഡിയോയിൽ അങ്ങനെ വരാൻ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പം ഞാനിത് ഒഴിഞ്ഞും പൊളിഞ്ഞൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, കാക്കന്നെ അറിയൂല. അങ്ങനെ മക്കൾക്ക് ഒരുപാട് റൈഡും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഓൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിസോർട്ട് ചൂസ് ചെയ്ത്. നമ്മളെ ഹാപ്പിയല്ല, അവർ ഹാപ്പി ആവുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 10-20 ആൾക്കാർക്കൊക്കെ ഒറ്റ ഇതിൽ നിൽക്കാൻ പറ്റും, അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ റൂമും ഹാളും ഒക്കെ. ഞാൻ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ പിന്നെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് എന്നോടെല്ലാം വിട്ടുപോയിട്ടു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ ക്ലിപ്പ് എടുത്തതാണ്. പിന്നെ റൂമിൻ്റെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല രസമാണ് വ്യൂ കാണാൻ. കക്കാടംപൊയിൽ ഓരോ മല ഏരിയകളും ഇങ്ങനെ കാണാം. നല്ല അടിപൊളി കാറ്റ് കഴിഞ്ഞിട്ടോ. കാറ്റ് എന്ന് വെച്ചാൽ എന്തൊരു ശക്തിയിലുള്ള കാറ്റാന്ന്. പിന്നെ ഞാൻ മുകളിൽ പോയിട്ടോ. മുകളിൽ പോയ റൂമിൻ്റെ മുകളിലും ഉണ്ട് ഒരു ഡോമെട്രി ഒക്കെ പോലെയാണ്. ഒരു
20 ആൾക്കൊക്കെ 20 അല്ല 25-30 ആൾക്കൊക്കെ ഒറ്റയടിക്ക് കിടക്കാൻ പറ്റിയൊരു സ്ഥലം. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മോൾ നോക്കുമ്പോണ്ട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. കാക്കി മക്കളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായി. ദുവയൊക്കെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ട് പിന്നെ വെള്ളത്തിലേക്ക്. ഇതാണ് കേട്ടോ ആ ഒരു റൂമും കാര്യങ്ങളും. ഇവിടെ ഒരു 30 ആൾക്കൊക്കെ ഒറ്റ ഇതിൽ നിൽക്കാൻ പറ്റും, അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ നല്ല മഴ കഴിഞ്ഞു കേട്ടോ. നല്ല കാറ്റാണ് ഏറ്റവും വലിയത്. കാറ്റെന്ന് വെച്ചാൽ നല്ല ശക്തിയുള്ള കാറ്റായിരുന്നു. പിന്നെ അതാ എല്ലാവരും പൂളിൽ ഇറങ്ങലൊടുങ്ങി. മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ദുവക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങിയിട്ട് വിറയ്ക്കുക, തണുപ്പ് തീരെ അങ്ങനെ കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കാക്ക ഇറക്കി കളിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു മതി കയറ്റിക്കളി പറഞ്ഞു. അങ്ങനെ ഏതായാലും ഓളെയൊക്കെ കാക്കനെയും ഞാൻ കാക്കൻ്റെ കൊടുത്തിട്ട് ഞാൻ ഇനി വെള്ളത്തിലിറങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ പിന്നെ അറിയാലോ. പിന്നെ ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു, അതായത് വെള്ളത്തിൽ നിന്നുള്ള ഓരോ റീലും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിന് കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചിട്ടോ. അളിയനാണ് ഇത്, മൂത്തമ്മൻ്റെ മോള് ഹസ്ബൻഡാണ്. അപ്പം ആൾ ഭയങ്കര ആക്റ്റീവായിട്ടോ, മാഷാ അല്ലാ എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് എന്താ പറയുക, ആരും എവിടെയും നിൽക്കില്ല. അതേപോലെ തന്നെ കാക്കയും എൻ്റെ മൂത്താങ്ങള ഓനും എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവ്. അങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ ഇരിക്കാനുള്ള ഇതുണ്ടാവില്ല, വലിയ പെട്ടെന്നാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചൂടോടുക്കതാ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ഓരോ കലാപരിപാടികളൊക്കെ നടത്തിയിട്ടോ. ഞാൻ അപ്പുറം നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്, പിന്നെ എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാനുള്ളൊരിതില്ല അതിന് വന്നപ്പോൾ. എന്താണെന്ന് വെച്ചാൽ കാക്കതാനി കുറച്ച് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും പൊലിച്ചാകുമ്പോഴേക്ക്. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനും എല്ലാം പാടായിട്ട് പിന്നെ എനിക്കൊന്നിനും ഒരു മൂഡില്ല കേട്ടോ. പിന്നെ ഇവർ നല്ല പാട്ടിലാണ് കേട്ടോ. ഈ പാട്ട് കേട്ട് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലോ അതൊക്കെ ഇപ്പോൾ ആലോചിച്ച് ചിരിയായിരുന്നു. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗെയിം, ഒരുപാട് ഗെയിം ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഞാനിങ്ങനെ മറ്റേ ആദ്യം എടുത്ത വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് പിന്നെ എന്താണ് സംഭവം എന്ന് കാണാത്ത ഞാൻ കാണിച്ചു തരാം. ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇതുപോലെ കളിക്കുന്നൊരു പ്ലേ അല്ലേ ഇതേപോലെ തൊടാതെ ആ ഗ്ലാസ് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെ പോകണം. നല്ല രസമായിന് കേട്ടോ. ഞാൻ ഇൻസ്റ്റാ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ. നല്ല അടിപൊളിയായിന് ഈ കളിയൊക്കെ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ കയ്യിൽ എല്ലാവരും ഫോണുണ്ട്, ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഓല് എടുക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉണ്ടോ. പിന്നെ ഞങ്ങളിതാ നാരങ്ങ സ്പൂണ്, പിന്നെ മ്യൂസിക്കൽ ചെയർ എന്തൊക്കെയോ കളിച്ചിരുന്നു കേട്ടോ. ഏതായാലും ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു, നല്ല രസമായിരുന്നു. പിന്നെ അടിച്ചു പൊളിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ തന്നെ ആയിക്കിന് 2:30-3 മണി. അറിയാമല്ലോ എല്ലാവരും കൂടി ഇരുന്നാൽ നമുക്ക് സംസാരിച്ചാൽ തീരൂല. അങ്ങനെ പിന്നെ കാക്ക പിന്നെ പൊലിച്ചക്ക് ഇവിടുന്ന് പോയിട്ടോ. എന്നതിന് ശേഷം പിന്നെ എനിക്ക് രാവിലെയൊക്കെ എന്തോ ഒരു മന്തിപ്പേന്, എനിക്ക് എന്തോ ഒരു എടുങ്ങേറ്. എന്താ വെച്ചാൽ എനിക്ക് കാക്കൻ്റെ അടുത്തൊക്കെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമല്ല, നേരിട്ട് വീട്ടിൽ പോയിട്ട് ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് അങ്ങനെ പോവാണ് കേട്ടോ. പക്ഷേ ഞാനിതിന് വന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ അങ്ങനെ പോരാനും കഴിഞ്ഞില്ല. അങ്ങനെ കാക്ക പോയി. പിന്നെ ഇനി ഇൻഷാ അല്ലാ ഈ മാസം നോക്കുന്നുണ്ട്, ചിലപ്പോൾ ലീവ് കിട്ടുകയാണെങ്കിലൊക്കെ വരൂ, കിട്ടിയില്ലേ ഇനി അടുത്തും കാത്തിരിപ്പ് തന്നെ. പിന്നെ പ്രവാസി ഭാര്യമാരങ്ങനെ ആണല്ലോ, കാത്തിരിപ്പൊരു വിങ്ങലാണ്. അങ്ങനെ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ മുട്ടക്കറി ഉണ്ട്, അതേപോലെ ചെറുപയർ കറി ഉണ്ട്, പിന്നെ നൂൽപുട്ട്, വെള്ളപ്പം, പുട്ട് ഇതായിന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണേ. പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് വരും. അപ്പോൾ നെക്സ്റ്റ് എവിടേക്കാണ് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പം കാത്തിരിക്കുക.